അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കരിയർ ചൂസ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആവില്ലേ? തീർച്ചയായിട്ടും കരിയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ന്യൂമറോളജിസ്റ്റിനെ കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനെ സംബന്ധിച്ച് 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കരിയറിനെ സംബന്ധിച്ച് ചോദിച്ചതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ, ഒരു 21 ബോൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാനൊരു 3 എന്ന കാറ്റഗറിയിലാണ് പെടുത്തുക. ഫോർ എക്സാമ്പിൾ മോഹൻലാൽ, ടോവിനോ തോമസ് ഒക്കെ 21 ബോൺ പീപ്പിളാണ്. ഈ 3 എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ പ്രത്യേകത, ദേ ആർ ബോൺ ഫോർ ക്രിയേറ്റിവിറ്റി, ഫൺ. ഓക്കെ, ക്രിയേറ്റിവിറ്റി, ഫൺ, ഈ 2 കാര്യങ്ങളും അവർക്ക് വളരെ നന്നായിട്ട് ചേരുന്ന കാര്യം. ദേ ക്യാൻ ബി, പിന്നെ ദേ ആർ അറ്റൻഷൻ സീക്കേഴ്സ്. നമ്മൾ ചിലപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇവരെ 2 പേരെയും സംബന്ധിച്ച് അവർ അറ്റൻഷൻ സീക്കർ ഒന്നും അല്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അറ്റൻഷൻ ക്രൈവ് ചെയ്യുന്ന ആളുകളാണ് അവർ. അതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേ ഹാവ് ടു, അതെന്ന് പറഞ്ഞാൽ അവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് അവർ വന്നു ചേരേണ്ടത്. ഒരു എക്സ്പ്രഷൻസ് കൊടുക്കാൻ കഴിയണം അവർക്ക്. അത് ആർട്ടിലൂടെ ആവാം, സിനിമയിലൂടെ ആവാം, ആക്ടിങ്ങിലൂടെ ആവാം, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സ്പീക്കറായിട്ട് മാറാൻ കഴിയും. സ്പീക്കറായിട്ട് മാറാൻ കഴിയുമെന്ന് ഞാൻ പറയാൻ കാരണം, 3യുടെ ഒരു റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഗുരുവാണ്. ഓക്കെ, ജൂപ്പിറ്റർ എന്ന് മലയാളത്തിൽ നമ്മൾ ഗുരു, വ്യാഴം എന്നൊക്കെ പറയും. അപ്പം ഗുരു എന്ന് പറയുന്നത് തന്നെ അത് ദേവഗുരു ബൃഹസ്പതിയാണ്. ഓക്കെ, ഇതല്ല 6ന്റെ സ്ഥിതി. 3യുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശുക്രാചാര്യരാണ്. ബൃഹസ്പതിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശുക്രാചാര്യരാണ്. അപ്പോൾ അതുകൊണ്ടാണ് 3യും 6ഉം ചേർന്ന് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈവൻ ഒരു റിലേഷൻഷിപ്പിൽ പോലും ഒരു 3യും 6ഉം ഒന്നിച്ച് സഞ്ചരിക്കാൻ ലേശം ബുദ്ധിമുട്ടാവും. ജാതകം നോക്കണ്ടല്ലോ, കല്യാണത്തിന് മുന്നേ ന്യൂമറോളജിസ്റ്റിനെ കണ്ടാൽ മതി. തീർച്ചയായിട്ടും ഒരു ന്യൂമറോളജിസ്റ്റിന് ഏകദേശ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും എന്നിട്ട് അസ്ട്രോളജിക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകളുണ്ട്. അസ്ട്രോളജിയിൽ കുറേ കൂടെ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം, സന്ദർഭങ്ങൾ, അതൊക്കെ കൂടുതൽ നമുക്ക് അസ്ട്രോളജിയിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. പക്ഷേ ഓവറോൾ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ക്രിട്ടിക്കൽ ഡിസിഷൻസ് ആയിട്ടുള്ള കരിയർ, രണ്ടാമത് വിവാഹം, പിന്നെ ഒരു കുട്ടിക്ക് പേരിടുന്നതിന് മുമ്പ് ഒക്കെ തീർച്ചയായിട്ടും ഒരു ന്യൂമറോളജി കൺസൾട്ടേഷൻ എടുത്താൽ അത് നിങ്ങളുടെ ആ തീരുമാനങ്ങളിലേക്ക് വലിയ വെളിച്ചം വീശുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ന്യൂമറോളജിസ്റ്റിനെ കാണാൻ ഒരാണും പെണ്ണും കൂടെ വരികയാണ്. ഇവരുടെ കല്യാണത്തിൻ്റെ ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 പേരുടെയും പേര് വെച്ച് നോക്കിയപ്പോൾ ജലു പറയാണ് ഇത് ചേരില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് മാറ്റിയിട്ട് വന്നാൽ പരിഹാരമാവോ? ഞാൻ ഒരിക്കലും എൻ്റെ പ്രൈമറി അനാലിസിസിൽ യൂസ് ചെയ്യുന്നത് പേരുകളല്ല. ഞാൻ നേരത്തെയും പറഞ്ഞു, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ അതിൽ തന്നെ ഞാൻ ബർത്ത് നമ്പറാണ് ഫസ്റ്റ് നോക്കുക. ഈ ബർത്ത് നമ്പർ കമ്പാറ്റബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും തമ്മിൽ. അത് ഇപ്പോൾ ഈ പറയുന്ന ചെറുക്കനും പെണ്ണും 2 പേരും 1 and 8 ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഒരിക്കലും ഒരു ലോങ് ടേം ആയിട്ടുള്ള വിവാഹം എന്നത് ലോങ് ടേം കോൺട്രാക്റ്റ് ആണ്, അതിലേക്ക് കടന്നു പോകണ്ട എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്പ്യൂട്ടുകൾ, ഒരുപാട് കോൺഫ്ലിക്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അതിനേക്കാളും അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ ലൈഫുകൾ കുറെ കൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫുൾഫില്ലിംഗ് ആയിട്ട് ജീവിച്ചു തീർക്കുന്നതല്ലേ നല്ലത്. അതെ. വേറെ എന്തൊക്കെ മേഖലകളിൽ നിന്നാണ് ആളുകൾ കൂടുതൽ ന്യൂമറോളജിസ്റ്റിനെ കാണാൻ വരാറ്? പൊളിറ്റിക്സിൽ നിന്നുള്ള ആളുകൾ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കട്ടെ, VD സതീശൻ, അവരുടെ 3 പേര് പറഞ്ഞു, VD സതീശൻ, KC വേണുഗോപാൽ, മറ്റേ ആളാണ് രമേശ് ചെന്നിത്തല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവരുടെ 3 പേരുടെ ന്യൂമറോളജി അനുസരിച്ചിട്ട് നാളെ ആരായിരിക്കും മുഖ്യമന്ത്രി? ഇവരുടെ 3 പേരുടെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും VD സതീശന്റെ എനിക്കറിയാം. അദ്ദേഹം 31 മെയ്ക്ക് ജനിച്ച ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 4 എന്ന നമ്പറിന്റെ സ്പെഷ്യാലിറ്റി ഗ്രൗണ്ടഡ്, ഹാർഡ് വർക്കിംഗ്, ഇന്റലിജന്റ്, ഈ 3 ക്വാളിറ്റീസും അവർക്ക് ഉണ്ടാവും. അതേസമയം ഞാൻ പറഞ്ഞു 4 എന്നത് എന്താ പറയുക, ഒരു സിസ്റ്റത്തിന്റെ തലപ്പത്തേക്ക് വന്നാൽ ആ സിസ്റ്റത്തെ ശരിയാക്കാൻ കെൽപ്പുള്ള ഒരു നമ്പർ കൂടെയാണ് 4. ഓക്കെ, അത് പ്രവർത്തിച്ച് കാണിക്കേണ്ടത് അദ്ദേഹമാണ്. അത് CM ആവട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണോട്ടോ ഈ റീല്. പിന്നെ ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ചില നമ്പേഴ്സൊക്കെ അൺലക്കി ആണെന്നുള്ളത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അൺലക്കി ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഒരു ലാൻഡ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്ലോട്ട് നമ്പർ, ഒരു ഫ്ലാറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലാറ്റ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സൂക്ഷിക്കണം.
അത് നമ്മുടെ ബർത്ത് നമ്പറുമായിട്ട് അലൈൻഡ് ആണോ ആ നമ്പർ, അതോ അത് നമ്മുടെ ആൻറ്റി നമ്പർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ആൻറ്റി നമ്പർ എന്നുള്ളത് ഒപ്പോസിങ് ഫോഴ്സ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന നമ്പറാണ്. നേരത്തെ ഞാൻ ആൻറ്റി നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. 3 and 6 ആർ ആൻറ്റി നമ്പേഴ്സ്. ഇതേപോലെ മറ്റൊരു എക്സാമ്പിളാണ് 1 and 8. ഓക്കെ, അപ്പോൾ 1-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി അല്ലെങ്കിൽ 19-ാം തീയതി ജനിച്ച ആളുകൾ ഇവരൊക്കെ 1 എന്ന കാറ്റഗറിയിലാണ്. അവരുടെ ബർത്ത് നമ്പർ 1 ആണ്. അപ്പോൾ അവരൊരു സ്ഥലം വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരൊരു ഫ്ലാറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ 8ാമത്തെ നിലയിൽ ആ ഫ്ലാറ്റിൻ്റെ നമ്പർ 800 എന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ആ സ്പേസ് കൊണ്ട് സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് 1 and 8 എപ്പോഴും ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. കാരണം സൺ ആൻഡ് സാറ്റേൺ ആണ്. 8 റെപ്രസെൻറ്റ് സാറ്റേൺ ആൻഡ് 1 റെപ്രസെൻറ്റ് സൺ. അപ്പോൾ ഇതിന് നമ്മൾ ഒരു ബാക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കൂ. നമ്മുടെ ഇന്ത്യൻ വേദിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്ക്രിപ്റ്റേഴ്സോ അതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺ ആൻഡ് സാറ്റേണിൻ്റെ ഡിസ്പ്യൂട്ടുകൾ നമുക്ക് കാണാം. ഓക്കെ, അത് അച്ഛൻ മകൻ റിലേഷൻഷിപ്പിൽ പോലും ആ ഒരു ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സസ് വരും. ഇതേപോലെയാണ് ഇതുപോലെ തന്നെയാണ് 3 and 6 കാര്യം ഞാൻ പറഞ്ഞത്. 3 എന്നത് ദേവഗുരു ബൃഹസ്പതിയെയും 6 എന്നുള്ളത് ശുക്രാചാര്യർ എന്ന് പറയുന്നത് അസുരഗുരുവാണ്. 3 ബോൺ പീപ്പിൾ അവർ അധികം മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കില്ല, പണത്തിനൊന്നും വലിയ വില അവർ കൽപ്പിക്കില്ല. പക്ഷേ നേരെ മറിച്ച് 6 ബോൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദെയർ ലവ് ഫോർ ബ്യൂട്ടി, ലക്ഷറി, റൊമാൻസ്, മെറ്റീരിയലിസം ആയിരിക്കും. ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. ആ കോൺഫ്ലിക്റ്റാണ് വരുന്നത്. ഇൻഡിവിജ്വലി നിൽക്കുമ്പോൾ ഇവരെല്ലാം സുന്ദരന്മാരാണ്. പക്ഷേ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൊളോബറേഷനിലേക്ക്, അസോസിയേഷനിലേക്ക് വരുമ്പോഴാണ് ഡിസ്പ്യൂട്ടുകൾ, കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെപ്റ്റംബർ 17 അപ്പോൾ 1 + 7 8. അങ്ങനെ 8 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? 8 എന്ന നമ്പറിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ നേരത്തെയും പറഞ്ഞു. ഒരുപാട് സ്ട്രഗിൾസിലൂടെ, കുറേ ഡിലേയ്സ് അവർക്ക് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് അവർ കയറി വരുന്നത്. പിന്നെ ആ നമ്പറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി 8 റെപ്രസെൻറ്റ് സാറ്റേൺ എന്നാണ് പറയുന്നത്. സാറ്റേണിനെ നമ്മൾ പറയുക ദ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് കർമ്മ എന്നുള്ളതാണ് പറയുക. ദ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് കർമ്മ എന്ന് പറയുമ്പോൾ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കണം ഈ 8 ബോൺ പീപ്പിൾ. ബിക്കോസ് ദേ ആർ ബീയിങ് കോൺസ്റ്റൻ്റ്ലി ഒബ്സർവ്ഡ് ബൈ സാറ്റേൺ. ശനി നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ പറയുന്ന ഡിസിപ്ലിൻ അവർ കീപ്പപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. കുറച്ചൊരു ലേറ്റർ ലൈഫിലാണ് അവർക്ക് സക്സസ്സിലേക്കും പവറിലേക്കും എത്തപ്പെടാൻ പറ്റുക. ആ ഒരു ഡിലേ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ്റേൺ ഈസ് ദ സ്ലോവസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ വേൾഡ്. പതുക്കെയാണ് കറങ്ങുന്നത് അല്ലേ? അതെ. അപ്പോൾ ആ സ്ലോനെസ് ആണ് ഇവരുടെ ജീവിതത്തിലേക്കും വരുന്നത്, ആ ഡിലേ. ഈ സാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിരിക്കും, ഒരിക്കലും തിരിച്ചെടുക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, അത് സാറ്റേൺ വൺസ് നമ്മളെ ഈ ഒരു ഇവൻച്വലി ഫൈനലി നമ്മളെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് അബണ്ടൻസിൽ ബ്ലസ് ചെയ്ത് വെക്കും. അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പം അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ 8 ബോൺ പീപ്പിൾ അവർ എന്ന് പറയുന്നത് ദേ ക്യാൻ ഹാൻഡിൽ പവർ, മണി ആൻഡ് അതോറിറ്റി. അവർക്ക് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറയാം. അതിനോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, സുരേഷ് ഗോപിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതോ മാസം 26 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതും ഇറ്റ് കംസ് ടു 8. അപ്പം അവർക്ക് ഏറ്റവും അധികം ശോഭിക്കാൻ കഴിയും ഈ പറയുന്ന പ്രത്യേകിച്ച് പൊളിറ്റിക്സിലേക്ക്. ബിക്കോസ് ദേ ക്യാൻ ഹാൻഡിൽ പവർ, ദേ ആർ ബോൺ ടു ഹാൻഡിൽ പവർ, മണി ആൻഡ് സക്സസ്. അപ്പോൾ ഈ ഡേറ്റും നക്ഷത്രവും തമ്മിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ ബർത്ത് നക്ഷത്രം, ബർത്ത് സ്റ്റാർ, ആസ്ട്രോളജി ആണല്ലോ ഏകദേശം ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ. അതെ, പക്ഷെ ആസ്ട്രോളജിയിൽ നമ്മൾ നക്ഷത്രങ്ങളും രാശിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. ന്യൂമറോളജിയിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇൻഫാക്ട് ആസ്ട്രോളജിയിൽ നമുക്ക് നമ്മുടെ ജന്മസമയമൊക്കെ കൊടുക്കണം. ന്യൂമറോളജിയിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ അറിഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ന്യൂമറോളജി റിപ്പോർട്ട് അവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ റൂം നമ്പർ, ഫ്ലാറ്റ് നമ്പർ ഇതൊക്കെ പറഞ്ഞു. വെഹിക്കിൾ നമ്പർ ആൾക്കാർ ചൂസ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. പൈസ കൊടുത്ത് ആ നമ്പർ തന്നെ മേടിക്കുന്ന ഒരു സംഭവം, അത് എത്രത്തോളം? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളൊരു വാഹനം വാങ്ങിച്ചു, അത് നിരത്തിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നിരത്തിലൂടെ പോകുന്ന സമയത്തുള്ള അൺസർട്ടനിറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്ര ട്രാഫിക് ഉണ്ട്, ആക്സിഡൻസിനുള്ള പോസിബിലിറ്റിയും പ്രോബബിലിറ്റിയും ഒക്കെ. അപ്പോൾ ഇതിൽ ആക്സിഡൻറ്റ് പ്രോബബിലിറ്റി ഉള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. 9 ആക്സിഡൻറ്റ് പ്രോബബിലിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു നമ്പറാണ്. ബിക്കോസ് അത് മാർസ് ആണ് അതിൻ്റെ റൂളിംഗ് പ്ലാനറ്റ്. മാർസ് എന്ന് പറയുമ്പോൾ തന്നെ റെഡ് കളറാണ്. നമുക്കത് അതിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഒരു ഹൈ എനർജി നമ്പറാണ്. അപ്പം ഹൈ എനർജി കാണിക്കാനുള്ള സ്ഥലമല്ലല്ലോ റോഡ്. അപ്പം അപ്പോൾ ഈ പറയുന്ന നമ്പറിൻ്റെ ആ എനർജി ആ വാഹനത്തിലേക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് 9 എന്ന നമ്പർ കഴിവതും ഒഴിവാക്കണം എന്നുള്ള ഒരു അഡ്വൈസ്. രണ്ടാമത്തെ കാര്യം, 9 വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ വണ്ടിയുടെ നമ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഓവറോൾ ഡിജിറ്റ്സ് ആണ് നമ്മൾ സം ചെയ്ത് നോക്കേണ്ടത്. ഇപ്പോൾ 4114 എന്ന നമ്പർ ആണെങ്കിൽ 4 4 8 1 9 1 10. അപ്പോൾ അവസാനം 1 എന്നുള്ള നമ്പറാണ്. അപ്പോൾ 1 ആക്ച്വലി വളരെ നല്ലൊരു നമ്പറാണ്. റോഡിൽ പോകുന്ന സമയത്ത് നല്ലൊരു റോഡ് പ്രസൻസ് കിട്ടും. കാരണം സണ്ണാണ്. അപ്പം എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി കുറച്ചുകൂടെ പോകുന്ന സമയത്ത് അടുത്ത വണ്ടികളൊക്കെ കുറച്ച് ഒഴിഞ്ഞ പാതകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് 1 കുറിച്ച് പറയാനുള്ളത്. നേരെ മറിച്ച് ഈ 9 ഒരു ആക്സിഡൻറ്റ് പ്രോബിലിറ്റി ഞാൻ പറഞ്ഞു. ഇതുപോലെ നമുക്ക് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഒബ്സർവേഷനിൽ വന്നിട്ടുള്ളത് 7 എന്ന, നമ്മളിപ്പോൾ ടോട്ടൽ ഡിജിറ്റ്സ് 7 ആണ് വരുന്നതെങ്കിൽ 7 റെപ്രസെൻറ്റ്സ് ഐസൊലേഷൻ എന്ന് പറയും. 7 എന്ന നമ്പറിനുള്ള ഒരു പ്രത്യേകതയാണ് ഐസൊലേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയും. അപ്പം പലപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു നമ്പറുള്ള ഒരു രജിസ്റ്റേർഡ് ഓണർ ആ വെഹിക്കിളിൻ്റെ, അദ്ദേഹം മറ്റൊരു സ്ഥലത്തായിരിക്കും, ആ വണ്ടി വേറൊരു സ്ഥലത്തായിരിക്കും. വണ്ടി ഉപയോഗിക്കാനുള്ള യോഗം ഉണ്ടാവില്ല അതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വണ്ടിയുടെ നമ്പർ 7 ആണ്. അപ്പോൾ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്തും, ഞാനത് വാങ്ങിച്ച അധികം വർഷങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നേരെ മറിച്ച് എനിക്ക് മറ്റൊരു വണ്ടിയുണ്ട്, അതിൻ്റെ നമ്പർ ഈ 7 അല്ല, പക്ഷെ അത് എനിക്ക് എത്രയോ വർഷങ്ങൾ എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു യോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതാണ് 7നെ സംബന്ധിച്ച് പറയാനുള്ളത്. 7 എന്ന നമ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു നമ്പറാണ്. ഈ വാഹന നമ്പറിന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഭയങ്കര ഒരു സ്പിരിച്വൽ ആൻഡ് ഒരുപാട് ഡെപ്ത് ഉള്ള, ഒരുപാട് വിസ്ഡം ഉള്ള ഒരു നമ്പറാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ അറിയാമല്ലോ, കുറച്ച് ഐസൊലേറ്റഡ് ആയിരിക്കും. അവർ ചിലപ്പം ഒരു മുറിയിൽ 10 ആൾ നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ ഇവർ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അവരുടേതായ ഒരു ലോകത്തായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. ആ ഒരു ഐസൊലേഷൻ, ഒരു സെപ്പറേഷൻ ഉള്ള നമ്പറാണ് 7. പിന്നെ കുറച്ച് ഓവർ തിങ്കിങ് അവരുടെ ഒരു മൈനസായിട്ട് നമുക്ക് എടുക്കാം. ഇതൊക്കെയാണ് 7നെ സംബന്ധിച്ച് പറയാനുള്ളത്.